Hey all, Assalamualaikum. Welcome to my YouTube channel. മക്കളുടെ സ്കൂളിലെ ഓണാഘോഷ പരിപാടി ദിവസത്തെ വീഡിയോ ആണ്. അങ്ങനെ രാവിലെ തന്നെ നീണ്ട പരിശ്രമത്തിന് ശേഷം പാത്തുവിനെ ആ ദാവണി പോലെ ഉടുപ്പിച്ച് റയാനെ മുണ്ട് ഉടുപ്പിച്ചിട്ട് സ്കൂളിലോട്ട് വിടുവാണ്. എനിക്ക് ഈ ദാവണി സാരി ആ സെക്ഷൻ എന്ന് പറയത്തില്ല. അത് കാരണം ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവളെ ആ രീതിയിൽ ഒരുക്കിയെടുക്കാനായിട്ട്. രാവിലെ പിള്ളേരെ വിട്ട് കഴിയുമ്പോൾ പിന്നെ അറിയാമല്ലോ, വീടെല്ലാകെ അലങ്കോലമായിട്ടുണ്ടാകും. അപ്പം ഞാൻ അത്യാവശ്യം ജോലി ഒതുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവരെ ആദ്യം കൊണ്ടുവിടാനായിട്ട് പറഞ്ഞു. അവരെ കൊണ്ടുവിട്ടിട്ട് ആ വഴി വർക്ക് പോകും. ഞാനപ്പോഴത്തേന് കുറച്ചെങ്കിലുമൊക്കെ ഒതുക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അവർ ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞു പോയി. ഞാൻ പിന്നെ അത്യാവശ്യം കുറേ എല്ലാം ജോലിയെല്ലാം ഒതുക്കി വെച്ചിട്ട് സ്കൂളിലൊക്കെ ചെന്നപ്പോഴത്തേന് അത്തപ്പൂക്കളത്തിൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് വൈസ് അല്ല, ഓണം അങ്ങനെ ഇതൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, എല്ലാവരും ടീം വൈസ് ആയിരിക്കും. അങ്ങനെ പാത്തുവും റയാനും ബിന്ദു ടീച്ചറിൻ്റെ ടീം, അതാണ് ബിന്ദു ടീച്ചറിൻ്റെ ടീം ഒറ്റ ടീമിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂക്കളം എടുത്ത് എല്ലാം ഇട്ടെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരെ ഫോട്ടോ എടുക്കാനായിട്ട് ഉള്ള പരിശ്രമമാണ്. നമ്മളെ ഇങ്ങനെ ഇരുത്തി നോക്കുമ്പം ഇങ്ങനൊരു പൊസിഷനിലിരിക്കുന്ന കാരണം ഇവിടെ നോക്കുമ്പോൾ ഒന്നെങ്കിൽ ആ സൈഡിലെ രണ്ടുപേരെ കാണത്തില്ല, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലെ രണ്ടുപേരെ കാണത്തില്ല. അങ്ങനെ അവിടോട്ട് നീക്കിയും ഇവിടോട്ട് നീക്കിയും ഒക്കെ മാറ്റി തിരിച്ചൊക്കെ ഇരുത്തിയുള്ള ശ്രമങ്ങൾ ആദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവരുടെ ടീച്ചർ വന്നിരുന്ന് ചോദിക്കുക ഓരോ കാര്യങ്ങളൊക്കെ പിള്ളേരോട്. ജഡ്ജസ് വരാനായിട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ടീച്ചർ പിന്നെ പെട്ടെന്ന് നിലവിളക്കും ഇതൊക്കെ എടുത്ത് വെക്കുക. എല്ലാവരും അവിടെ ഇരുന്ന് ഹാപ്പിയാണോ ഒക്കെ പറയുന്നൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഒറ്റ ഇതിനകത്തുനിന്ന് ഫ്രെയിമിനകത്തുനിന്ന് എല്ലാവരെയും കൂടി കിട്ടുന്ന പോലെ ഫോട്ടോയും എടുത്തു, വീഡിയോയും എടുത്തു. അത് കഴിഞ്ഞ് ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാവരും കൂടി എണീറ്റ് വീഡിയോ എടുക്കുവാണെന്ന് കണ്ടപ്പം എല്ലാവരും ഒന്ന് വന്ന് നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുവാണ്. വീഡിയോ ആണോ എന്നൊക്കെ ചോദിക്കുന്നു. റയാൻ ഇവിടെ ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്നു. പാത്തു അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് വന്ന് നിന്നപ്പോഴത്തേന് പാത്തുവിൻ്റെ 2 ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ടീം വൈസ് ആയതുകൊണ്ട് പലരും പല ക്ലാസ്സിലായിപ്പോയി. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒറ്റ ക്ലാസ്സിൽ നിന്ന് കിട്ടിയേനെ. സ്വാതിക, സഫ, പാത്തു. സ്വാതികയുടെ പേര് എനിക്കറിയാനായിട്ട് വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഫോൺ കോണ്ടാക്റ്റ് പേര് നോക്കുക. കാരണം എനിക്ക് സുരഭി എന്നുള്ളൊരു പേരാണ് ഓർമ്മ വന്നത്. സുരഭി എന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് സ്വാതികയാണ്. അതിൻ്റെ കൂടെ റയാൻ വന്നെന്ന് ഫോട്ടോ എടുക്കുന്നു. റയാന് ഭയങ്കര ഇഷ്ടമുള്ള, റയാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടെന്ന് വേണേൽ പറയാനത് ശ്രയാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളം അതായിരുന്നു കേട്ടോ. അങ്ങനെ അവരുമൊക്കെ ആയിട്ടൊന്ന് ഫോട്ടോ എടുത്ത് ഇവിടെ വന്നപ്പം ഹലീം റയാൻ്റെ പോലത്തെ സെയിം ഡ്രസ്സായിട്ടേക്കുന്ന ഞാൻ പറഞ്ഞ് ഞങ്ങൾ പറയുമായിരുന്നു. നമ്മളത് പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ അവർക്കത് സെയിം ഡ്രസ്സാണ്. നല്ല രസമുണ്ട്, നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു രണ്ടുപേരും. അങ്ങനെ നോട്ടീസൊക്കെ വെച്ച് പ്ലെയിനോ ബോട്ടോ ബോളോ ഒക്കെ ഉണ്ടാക്കുവാണ്. എല്ലാവരും നല്ല ഓട്ടവും ചാട്ടവും ഒക്കെ ആ മുണ്ടെടുത്തുകൊണ്ട് ഓടുന്നതെന്നൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പേടിച്ച് പറയുമായിരുന്നു. ഓണപ്പരിപാടിയുടെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നും പറഞ്ഞിരുന്ന വീഡിയോ ആണിത്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എഡിറ്റിങ് നീണ്ടു പോയി. എന്ത് രസമാണ് പിള്ളേരുടെ ഈ പ്രായത്തിലുള്ള കളി കാണാൻ. ഞങ്ങളത് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. പാത്തുവിൻ്റെ ഗ്യാങ് വരുന്നുണ്ട്. പാത്തുവിൻ്റെ ഗ്യാങ്ങിൽ ദിയ, അഭിരാമി അവരെല്ലാവരുടെ വരുന്നുണ്ട്. വെറുതെ നിന്ന് ഹലീമിനെ പാത്തു ഉടക്കുണ്ടാക്കാനും വേണ്ടി ശ്രമിച്ചിട്ട് പോവുകയാണ്. അപ്പോഴത്തേന് സാലിഹ് വന്നു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, വ്ളോഗ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവനും പോയി. അടുത്ത നോട്ടീസും സംഘടിപ്പിച്ചുകൊണ്ട് റയാൻ വന്ന് അതെല്ലാം കഴിഞ്ഞ് ഇപ്പുറത്തെ ക്ലാസ് റൂമുകളിൽ അത്തപ്പൂ എല്ലായിടും ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലായിടും കൂടി കയറിയില്ല. ഇത് നല്ല രസമുണ്ട് കാണാൻ. മറ്റേ ക്ലാസ്സിലിട്ട അത്തപ്പൂവിനേക്കാൾ ഇതിന് ഒരു എടുപ്പ് തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് വെള്ള ടൈലിട്ട് കാണാൻ നല്ല എടുപ്പുണ്ട്. പാത്തുവിൻ്റെയൊക്കെ ക്ലാസ് റൂം ഇതാണ്.
നല്ലൊരു അത്തപ്പൂക്കളം. തൊട്ടപ്പുറത്തെ ക്ലാസ്സിലെ അത്തപ്പൂക്കളം ഇതാണ്. ആദ്യം നമ്മൾ കണ്ട 2 പൂക്കളങ്ങളും നല്ലതായിരുന്നു, പക്ഷേ അതിന് ഇത്രയും ഒരു എടുപ്പ് തോന്നാത്തതെന്ന് വെച്ചാൽ അത് കളർ ടൈലും ഇത് വെള്ള ടൈലും ആയത് കാരണമാണ്. പിന്നെ ഓണമായത് കൊണ്ട് എല്ലാവരും ഓടി നടന്ന് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ. അവൾ എന്നോട് പറയുമായിരുന്നു ഫോട്ടോ എടുത്ത് കൊടുക്കടിയെന്ന്. അങ്ങനെ ഫോട്ടോസ് വീഡിയോ ഞാനും എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു. പിന്നെ ഓണമാകുമ്പോൾ മെയിനാണല്ലോ ഓണസദ്യ. ഓണസദ്യ പിള്ളേർക്ക് കൊടുക്കുവാണ്. കൊച്ചു പിള്ളേർ അങ്ങനെ തുടങ്ങിയിരുത്തിയത്. ആദ്യം കൊച്ചു പിള്ളേരെ ഇരുത്തി അങ്ങനെയാണ് ഫുഡ് കൊടുക്കാൻ തുടങ്ങുന്നത്. പൊതുവെ സ്കൂളിലെ പരിപാടിക്കെല്ലാം അങ്ങനെയാണ്. പാത്തുവിൻ്റെ അടുത്ത് ഞാൻ പോയി നിന്ന് പറയുമായിരുന്നു അവിയൽ വാങ്ങണം, കഴിക്കണം. അങ്ങനെ പച്ചക്കറി ഐറ്റംസ് ഒക്കെ വളരെ പ്രയാസമാണ് കഴിക്കാൻ. അത് കാരണം അവിടെ പോയി നിങ്ങൾ എന്തെങ്കിലും വേണോ അത് വാങ്ങി കഴിക്കുക എന്നെല്ലാം പറയുമായിരുന്നു. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഞങ്ങളും ഫുഡ് കഴിച്ചു. സൂപ്പർ ഫുഡായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പാത്തുവിൻ്റെ ടീച്ചറാണിത്, അവരൊക്കെ പോവാന്നെല്ലാം ചെന്ന് പറഞ്ഞു. ഇത് ഒറ്റ തവണ കൊടുത്ത ഒരു വോയിസ് ഓവറാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം.